89.6 FM Sargakshetra. SK Junction. ഗുഡ് മോർണിംഗ് സർഗക്ഷേത്ര 89.6 FM അന്നെയാണ് SK ജംഗ്ഷനിൽ ഇന്ന് വന്നിരിക്കുന്നത്. നമ്മൾ സൂപ്പർ സ്റ്റാറിലൂടെ കിടിലൻ അപ്ഡേറ്റ്സുകളൊക്കെ അറിഞ്ഞിരിക്കുന്ന ഈ ഒരു സമയത്തെ ഇന്ന് നമ്മൾ തലവേദന പിടിച്ച ഒരു കാര്യത്തെ പറ്റിയിട്ടാണ് അറിയാൻ പോകുന്നത്. നമുക്കറിയാം പലതരത്തിലും നമ്മളെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന ഒരാളാണ് ഈ തലവേദന. പക്ഷേ ഈ സൈനസൈറ്റിസിനെ പറ്റി കേട്ടിട്ടുണ്ടോ? ആളെ പറ്റി നമ്മൾ ഇന്ന് അറിയുന്നുണ്ട്. ഈ സൈനസൈറ്റിസിൽ നിന്നും എങ്ങനെ നമുക്ക് രക്ഷപ്പെടാം എന്നുള്ള കാര്യങ്ങളും ഇന്നത്തെ SK ജംഗ്ഷനിലൂടെ നമ്മൾ അറിയാനായിട്ട് പോവാണ്. അതിനായിട്ട് നമ്മോടൊപ്പം നമ്മുടെ സ്വന്തം മിറ്റേര ഹോസ്പിറ്റലിലെ ഡോക്ടർ സുരേഷ് ജേക്കബ് കൂടെയുണ്ട്. അദ്ദേഹം മിറ്റേര ഹോസ്പിറ്റലിലെ ENT സർജൻ ആണ്. സാർ നമസ്കാരം ആൻഡ് ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. സുഖമായിട്ടിരിക്കുന്നോ? സുഖം. ഓക്കെ, അപ്പൊ നമ്മള് കുറച്ച് മുൻപേ സംസാരിച്ച പോലെ സൈനസൈറ്റിസിനെ പറ്റിയിട്ടാണ് ഇന്ന് SK ജംഗ്ഷനിലൂടെ പറഞ്ഞു കൊടുക്കാനായിട്ട് പോകുന്നത് അല്ലേ. ഞാനും ഇതിനെപ്പറ്റി കേട്ടിട്ടേ ഉള്ളൂ. എനിക്കും ഇന്ന് അറിയാനായിട്ട് താല്പര്യമുണ്ട്. കുറേയധികം ഇപ്പൊ എന്റെ ഫ്രണ്ട്സ് ആണെങ്കിലും അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സ് ആണെങ്കിലും പല തരത്തിലുള്ള തലവേദനകൾ ഫേസ് ചെയ്യുന്നവരാണ്. ഇപ്പോൾ മൈഗ്രെയിൻ പോലെയുള്ള അല്ലെങ്കിൽ സൈനസൈറ്റിസും ഫേസ് ചെയ്യുന്നവരുണ്ട്. അപ്പൊ മൊത്തത്തിൽ ഇതിന്റെ കാരണങ്ങളും അതുപോലെ ഇതിൽ നിന്ന് നമുക്ക് എങ്ങനെ ഒന്ന് രക്ഷപ്പെടാം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്ന് SK ജംഗ്ഷനിലൂടെ ഡോക്ടറുടെ സഹായത്തോടെ അറിയാൻ പോവാണ്. റെഡിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ ഡോക്ടർ, അപ്പോ എനിക്ക് ആദ്യം തന്നെ അറിയാനുള്ള ഒരു കാര്യം, എന്താണ് ആക്ച്വലി സൈനസ് എന്ന് പറയുന്നത്? നമ്മുടെ തലയൊട്ടിയുടെ ഉള്ളിൽ കാണുന്ന പൊള്ളയായ അറകളാണ് സൈനസുകൾ എന്ന് പറയുന്നത്. ഇവ ഓപ്പൺ ചെയ്യുന്നത്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് മൂക്കുമായിട്ടാണ്. അപ്പോൾ മൂക്കിനുള്ളിലെ തൊലി, അതായത് മ്യൂക്കോസ എന്ന് പറയും, അത് സൈനസിന്റെ കവറിങ് ആയിട്ടും അത് ഉണ്ട്. ആ മ്യൂക്കോസയിൽ നിന്ന് എപ്പോഴും സെക്രീഷൻസ് ഉണ്ടാകുന്നുണ്ട്. ആ സെക്രീഷൻസ് മൂക്കിലൂടെ ഒഴുകി ത്രോട്ടിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അപ്പം ചുരുക്കി പറഞ്ഞാൽ തലയൊട്ടിയുടെ വെയിറ്റ് കുറയ്ക്കാനുള്ള ഒരു സ്പേസ് ആയിട്ടും നമുക്ക് സൈനസിനെ പരിഗണിക്കാം. എന്നാൽ സൈനസിന് ഉള്ളിൽ ഉണ്ടാകുന്ന ഈ ദ്രാവകം ചിലപ്പോൾ മുഴുവനായും ഒഴുകിപ്പോവാതെ കെട്ടിക്കിടന്ന് പ്രശ്നങ്ങളുണ്ടാക്കുക. അപ്പോഴാണ് തലവേദനയായിട്ടും ഒക്കെ അത് അനുഭവപ്പെടുന്നത്. അത് പല രീതിയിൽ അത് ഉണ്ടാവാം. അതിന് ശരിക്കും സൈനസൈറ്റിസ് എന്ന് പറയുന്നത് സൈനസിന്റെ തൊലിക്ക് വരുന്ന നീർക്കെട്ട്, ഇൻഫ്ലമേഷൻ, അതിനാണ് സൈനസൈറ്റിസ് എന്ന് പറയും. അത് പല രീതിയിൽ വരാം. ഒന്നുകിൽ ബാക്ടീരിയ, വൈറസ്, ഫംഗസ് ഇവയുടെ എല്ലാം ഇൻഫെക്ഷൻസ് വഴി വരാം. അല്ലെങ്കിൽ അലർജി കൂടിയിട്ട് അതിൻ്റെ ഫലമായിട്ട് വരുന്നതാവാം. പിന്നെ അന്തരീക്ഷത്തിലുള്ള സ്മോക്ക്, അതിൽ നിന്ന് ഉണ്ടാകുന്ന ഇൻഫ്ലമേഷൻ, അതെല്ലാം സൈനസൈറ്റിസ് ഉണ്ടാക്കാം. സോ താങ്ക് യു ഡോക്ടർ. അപ്പോൾ സൈനസിന് വരുന്ന ഒരു പ്രശ്നം തന്നെയാണ് ഈ സൈനസൈറ്റിസ് ആയിട്ട് മാറുന്നത് അല്ലേ. അപ്പൊ എന്താണ് സൈനസൈറ്റിസ് എന്ന് നമ്മൾ അറിയുന്നുണ്ട്. പക്ഷേ പാട്ടുകൾ വരുന്നുണ്ട് അതിന് മുൻപ്. ഓക്കെ, പാട്ടുകൾക്ക് ശേഷം നമ്മൾ SK ജംഗ്ഷനിൽ വീണ്ടും എത്തുന്നുണ്ട്. സൈനസൈറ്റിസിന്റെ നിന്ന് അറിഞ്ഞിട്ടുള്ള കാര്യം, കുറച്ചധികം കാര്യങ്ങൾ നമ്മൾ അറിയും. അതിനോടൊപ്പം തന്നെ ഇതിൽ നിന്നും പുറത്തെടുക്കാനുള്ള ഒരു മാർഗവും നമ്മൾ ഇന്ന് SK ജംഗ്ഷനിലൂടെ അറിയുന്നുണ്ട്. സോ സഹായത്തിനായിട്ട് നമ്മുടെ ഒപ്പം ഒരു എക്സ്പേർട്ട് തന്നെയാണുള്ളത്, മിറ്റേര ഹോസ്പിറ്റലിലെ ENT സർജൻ ഡോക്ടർ സുരേഷ് ജേക്കബ്. 89.6 FM Sargakshetra. SK Junction. വെൽക്കം ബാക്ക് ടു SK ജംഗ്ഷൻ ഓൺ സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. ഇന്ന് നമ്മൾ SK ജംഗ്ഷനിലൂടെ സൈനസൈറ്റിസിനെ പറ്റിയിട്ടാണ് അറിയുന്നത് കേട്ടോ. എന്താണ് സൈനസൈറ്റിസ് എന്നും സൈനസൈറ്റിസ് ഉണ്ടാക്കുന്ന കുറച്ച് പ്രശ്നങ്ങളെ പറ്റിയിട്ടൊക്കെ നമ്മൾ അറിയുന്നുണ്ട്. മിറ്റേര ഹോസ്പിറ്റലിലെ ENT സർജൻ ആയിട്ടുള്ള ഡോക്ടർ സുരേഷ് ജേക്കബ് ആണ് നമ്മോടൊപ്പം കൂടെ ഉള്ളത്. ഡോക്ടർ, നമ്മൾ എന്താണ് സൈനസ് എന്ന് മനസ്സിലാക്കി അല്ലേ. ഇനി അതുപോലെ എന്താണ് ഈ സൈനസൈറ്റിസ്? നമ്മൾ ചെറുതായിട്ട് കുറച്ച് മുൻപേ പറഞ്ഞായിരുന്നു സൈനസിന് വരുന്ന ഒരു ഡാമേജ് ഈ സൈനസൈറ്റിസിന് കാരണമാകുമെന്ന് പറഞ്ഞു. പക്ഷേ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുമ്പോൾ എന്താണ് ഡോക്ടർ ഈ സൈനസൈറ്റിസ്? നേരത്തെ പറഞ്ഞ പോലെ സൈനസൈറ്റിസ് എന്ന് പറയുന്നത് സൈനസിനകത്തെ മ്യൂക്കോസയ്ക്ക് വരുന്ന ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ നീർക്കെട്ട് എന്ന് പറയാം. അങ്ങനെ വരുമ്പോൾ സൈനസിന്റെ മ്യൂക്കോസ അല്ലെങ്കിൽ അതിന് ഉള്ളിലെ ആവരണം നീര് വന്ന് സൈനസിൽ നിന്ന് മൂക്കിലേക്ക് കഫം ഒഴുകി പോകേണ്ട ദ്വാരം അടയുകയും സൈനസിനുള്ളിൽ കഫം കെട്ടിക്കിടക്കുകയും അത് ഇൻഫെക്ഷൻ പഴുക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ ആണ് നമ്മൾ സാധാരണ സൈനസൈറ്റിസ് എന്ന് പറയുന്നത്. എന്നാൽ സാധാരണഗതിയിൽ ഒന്നുകിൽ വൈറസ് അണുബാധ മൂലമോ ബാക്ടീരിയ മൂലമോ അല്ലെങ്കിൽ ഫംഗസിനെതിരെയുള്ള ഇൻഫെക്ഷനായോ ഒക്കെ ഉണ്ടാവാം. അത് കൂടാതെ അലർജിയുടെ ഭാഗമായും അല്ലെങ്കിൽ അന്തരീക്ഷത്തിലെ സ്മോക്കിന് എതിരെയുള്ള റിയാക്ഷനായിട്ടും ഒക്കെ സൈനസിലെ മ്യൂക്കോസയ്ക്ക് ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ നീർക്കെട്ട് ഉണ്ടാവാം. അല്ലാതെ കെമിക്കൽസ് എന്തെങ്കിലും മൂക്കിന് ഉള്ളിൽ ചില കുട്ടികൾ ബാറ്ററിയൊക്കെ മൂക്കിനകത്ത് വെച്ച്
അതിനെതിരെയുള്ള റിയാക്ഷനായിട്ട് ചിലപ്പോൾ സൈനസിന് ഇൻഫ്ലമേഷൻ ഉണ്ടാവാം. ഇതെല്ലാം സൈനസൈറ്റിസ് ആയിട്ടും നമുക്ക് പരിഗണിക്കാവുന്ന കാര്യങ്ങളാണ്. ഓക്കെ ഡോക്ടർ, അപ്പൊ എന്താണ് സൈനസൈറ്റിസ് നമ്മൾ പറഞ്ഞു. ആക്ച്വലി എങ്ങനെയാണ് സൈനസുകളെ ഈ സൈനസൈറ്റിസ് ബാധിക്കുന്നതെന്ന് കൂടി അറിയാൻ താല്പര്യമുണ്ട്. മൂക്ക് എന്ന് പറയുന്നത് പുറം ലോകവുമായി നമ്മുടെ ശരീരവും തമ്മിലുള്ള ഒരു കണക്ഷൻ പോയിന്റ് ആണ്. അപ്പം പുറം ലോകത്തു നിന്ന് നമുക്ക് കിട്ടുന്ന വായുവിനോടൊപ്പം നമ്മളുടെ മൂക്കിൽ കയറുന്ന വൈറസുകളുണ്ട്, ബാക്ടീരിയ ഉണ്ട്, ഫംഗസ് ഉണ്ട്, അലർജി ഉണ്ടാക്കുന്ന പൂമ്പൊടി ഉണ്ടാവാം. അങ്ങനെ പലതരത്തിലുള്ള സാധനങ്ങൾ നമ്മുടെ മൂക്കിനുള്ളിലേക്ക് കയറുന്നുണ്ട്. മൂക്കിലെ തൊലി സൈനസുകളിലേക്കും ഉള്ളതിനാൽ മൂക്കിലുണ്ടാകുന്ന എന്ത് ചേഞ്ചസും സൈനസുകളിലെയും ബാധിക്കാം. അങ്ങനെ വരുമ്പോൾ മൂക്കിലെ ഇൻഫെക്ഷൻസ് സൈനസിലേക്കും എക്സ്റ്റെൻഡ് ചെയ്ത് അവിടെ സൈനസൈറ്റിസും അതിൻ്റെ കോംപ്ലിക്കേഷൻസും ഒക്കെ വരാനുള്ള സാധ്യതകളുണ്ട്. താങ്ക് യു ഡോക്ടർ. നമ്മൾ എന്തായാലും സൈനസൈറ്റിസ് എന്താണെന്ന് അറിഞ്ഞു, നമ്മുടെ സൈനസുകളെ എങ്ങനെയാണ് സൈനസൈറ്റിസ് ബാധിക്കുന്നത് എന്ന് നമ്മൾ പറഞ്ഞു. പക്ഷേ ഈ സൈനസൈറ്റിസിലും കുറേയധികം ടൈപ്സ് ഉണ്ട്. നമുക്ക് ഏതൊക്കെയാണ് എന്തൊക്കെയാണെന്ന് അറിയാം. പക്ഷേ പാട്ടുകൾ ഈസ് ഓൺ ദി വേ. സോ കീപ് ഓൺ ലിസണിംഗ് ടു എസ് കെ ജംഗ്ഷൻ ഓൺ സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം അന്നെയാണ് കൂടെയുള്ളത്. 89.6 FM സർഗക്ഷേത്ര. SK Junction. വെൽക്കം ബാക്ക് ടു എസ് കെ ജംഗ്ഷൻ ഓൺ സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. ഇന്ന് എസ് കെ ജംഗ്ഷനിലൂടെ നമ്മൾ മിറ്റേര ഹോസ്പിറ്റലിലെ ENT സർജൻ ആയിട്ടുള്ള ഡോക്ടർ സുരേഷ് ജേക്കബുമായിട്ട് ഒരു ചെറിയ സംശയ നിവാരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സൈനസൈറ്റിസിനെ ബേസ് ചെയ്ത് കുറേയധികം ആളുകളും ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ തന്നെയാണ് ഡോക്ടർ ഈ സൈനസൈറ്റിസ്. അപ്പോൾ അവർക്കൊക്കെ ഒരു ആശ്വാസമാവട്ടെ ഇന്നത്തെ എസ് കെ ജംഗ്ഷൻ, അല്ലേ? അതെ. യെസ്. അപ്പോൾ നമ്മൾ ഇനി സൈനസൈറ്റിസിന്റെ ടൈപ്സ് ആണ് അറിയാനുള്ളത്. ഏതൊക്കെ തരത്തിലാണ് സൈനസൈറ്റിസ് ഉള്ളത് ഡോക്ടർ? പ്രധാനമായും നമ്മൾ അതിനെ അക്യൂട്ട് സൈനസൈറ്റിസ് അല്ലെങ്കിൽ ക്രോണിക് സൈനസൈറ്റിസ് എന്നാണ് പറയുന്നത്. അക്യൂട്ട് സൈനസൈറ്റിസ് സാധാരണഗതിയിൽ ഒരു 6 ആഴ്ചയ്ക്കുള്ളിൽ ഉണ്ടാകുന്ന സൈനസ് പ്രോബ്ലം നമ്മൾ അക്യൂട്ട് സൈനസൈറ്റിസ് എന്ന് പറയും. 3 മാസത്തിന് ശേഷമുള്ളത്, 3 മാസത്തിന് ശേഷവും സൈനസൈറ്റിസ് മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മളതിനെ ക്രോണിക് സൈനസൈറ്റിസ് എന്ന് പറയും. ഇതിനിടയ്ക്കുള്ള ഒരു 6 ആഴ്ചക്കകത്ത് 3 മാസത്തിനിടയ്ക്കുള്ള ഒരു സമയമുണ്ട്, അത് നമ്മൾ സബ് അക്യൂട്ട് ഫേസ് എന്ന് പറയും. സാധാരണ നമ്മളിങ്ങനെ ഡിവിഷൻ കൊടുക്കുന്നത് അക്യൂട്ട് സൈനസൈറ്റിസ് പൊതുവെ മരുന്നുകൾ കൊണ്ട് നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുന്നതാണ്. അതേസമയം ക്രോണിക് സൈനസൈറ്റിസ് എന്ന് പറയുന്നത് നമുക്ക് മരുന്നുകൾ കൊണ്ട് ചിലപ്പം മുഴുവനായും ക്ലിയർ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ വന്നാൽ ചിലപ്പോൾ നെയ്സൽ എൻഡോസ്കോപ്പിയോ അല്ലെ ചിലപ്പം സർജറിയോ എന്തെങ്കിലും വേണ്ടി വന്നേക്കാം. അതുകൊണ്ടാണ് അങ്ങനെയൊരു ഡിവിഷൻ നമ്മൾ സൈനസൈറ്റിസിന് കൊടുക്കുന്നത്. പിന്നെ വേറൊരു ടൈപ്പ് ഓഫ് ഡിവിഷൻ എന്ന് പറയുന്നത് നമ്മൾ വൈറൽ സൈനസൈറ്റിസ്, ബാക്ടീരിയൽ അല്ലെങ്കിൽ ഫംഗൽ സൈനസൈറ്റിസ്, അങ്ങനെ അലർജിക് ഫംഗൽ സൈനസൈറ്റിസ് അങ്ങനെയൊക്കെ നമ്മൾ പറയാറുണ്ട്. ഇതെല്ലാം ഉണ്ടാകുന്ന അണുബാധയുമായി ബന്ധപ്പെട്ട്, വൈറസ് ആണെങ്കിൽ വൈറൽ സൈനസൈറ്റിസ് എന്ന് പറയും. നമ്മുടെ നാട്ടിൽ നമ്മൾ ഹ്യൂമിഡ് ഒരു ക്ലൈമറ്റാണ്, ഈർപ്പം കൂടുതലുള്ള ഒരു കാലാവസ്ഥയാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ കൂടുതലായും ഫംഗസ് അണുബാധ കാര്യമായി കാണാറുണ്ട്. പ്രത്യേകിച്ചും രോഗപ്രതിരോധ ശേഷി കുറവുള്ളവരിൽ, ഷുഗർ പേഷ്യൻസിന്, പിന്നെ ടെർമിനൽ ക്യാൻസർ, പിന്നെ കിഡ്നി ഡിസീസ് ഒക്കെയുള്ളവർക്ക് ഫംഗൽ സൈനസൈറ്റിസ് കൂടുതലായിട്ട് കാണാറുണ്ട്. ഏറ്റവും കൂടുതൽ സൈനസൈറ്റിസ് കാണപ്പെടുന്നത് ഏതൊരു ഏജ് കാറ്റഗറിയിലുള്ളവർക്കായിരിക്കും? അങ്ങനെ നമുക്ക് ഏജ് കാറ്റഗറി പറയാൻ പറ്റില്ല. അതിപ്പം ഇൻഫെക്ഷൻസ് നമ്മുടെ ഒരു ട്രോപ്പിക്കൽ കൺട്രിയായ ഇന്ത്യയിൽ സൈനസൈറ്റിസ് വന്നില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. കാരണം അത്രയ്ക്ക് കോമൺ ആണ് ബാക്ടീരിയയും വൈറസും ഒക്കെ നമ്മുടെ നാട്ടിലുള്ളത്. അപ്പം സൈനസൈറ്റിസ് വരാൻ വളരെ സാധ്യതയുണ്ട്. ഒരു വർഷം ഒരു 3-4 തവണ വരുന്നതൊക്കെ വളരെ കോമൺ ആയിട്ട് സംഭവിക്കാവുന്നതാണ്. പക്ഷേ അത് അതിൻ്റെ ദൈർഘ്യം 1 ആഴ്ച അല്ല 2 ആഴ്ച കൊണ്ട് സാധാരണ കംപ്ലീറ്റ് മാറാറുണ്ട്. ഓക്കെ ഡോക്ടർ, അതുപോലെ തന്നെ നമ്മളിപ്പോൾ തന്നെ പറഞ്ഞു കൂടുതലും നമ്മുടെ ഈ ഒരു ഭാഗത്ത് കണ്ടുവരുന്നത് മേ ബി ഫംഗൽ സൈനസൈറ്റിസ് ആയിരിക്കും എന്ന്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പം നമ്മുടെ ഇവർക്കൊക്കെ ഈ ക്ലൈമറ്റിന്റെ ബേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ അലർജിക് ആയിട്ടുള്ളവർക്കൊക്കെ ഇത്തരത്തിലുള്ള ഫംഗൽ സൈനസൈറ്റിസ് ആയിരിക്കും വരുന്നത്, അല്ലേ? അപ്പോൾ അതിന്റെ ട്രീറ്റ്മെന്റും അല്ലെങ്കിൽ അതിന്റെ ലക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ ഇനിയും അറിയുന്നുണ്ട്. പക്ഷേ പാട്ടുകളാണ് അതിന് മുൻപ് വരാൻ പോകുന്നത്. സോ നമ്മൾ പാട്ടുകൾക്ക് ശേഷം തിരിച്ചു വരുമ്പോൾ സൈനസൈറ്റിസിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് പറയുന്നുണ്ട്. നമുക്കറിയാം ബേസിക് ആയിട്ട് നമ്മളൊക്കെ എല്ലാവർക്കും ശ്രദ്ധയിൽ പെടുന്നതും അല്ലെങ്കിൽ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്നതും തലവേദനയായിരിക്കും. ഇതല്ലാതെ വേറെ ഏതൊക്കെ ലക്ഷണങ്ങളാണ് സൈനസൈറ്റിസിനുള്ളത് എന്ന് നമ്മൾ അറിയുന്നുണ്ട്. സോ കീപ് ഓൺ ലിസണിംഗ് ടു എസ് കെ ജംഗ്ഷൻ ഓൺ സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. SK Junction.
വെൽക്കം ബാക്ക് ടു SK ജംഗ്ഷൻ ഓൺ സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. നമ്മൾ ഇന്ന് SK ജംഗ്ഷനിലൂടെ സൈനസൈറ്റിസിനെ പറ്റിയിട്ടാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. മിറ്റേര ഹോസ്പിറ്റലിലെ ENT സർജൻ ആയിട്ടുള്ള ഡോക്ടർ സുരേഷ് ജേക്കബ് നമ്മോടൊപ്പം തന്നെയുണ്ട്. സൈനസൈറ്റിസിനെ പറ്റി കൂടുതൽ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരാറുണ്ട്. ഓക്കെ ഡോക്ടർ, നമുക്കിനി അറിയാനുള്ളത് ഏതൊക്കെ തരത്തിലായിരിക്കും സൈനസൈറ്റിസിന്റെ ലക്ഷണങ്ങൾ കാണപ്പെടുന്നത് പൊതുവായിട്ട്? നേരത്തെ പറഞ്ഞ പോലെ തന്നെ തലവേദനയാണ് ഏറ്റവും പ്രധാനപ്പെട്ട സിംറ്റം. ഒന്നെങ്കിൽ കണ്ണിന് മുകളിലായിട്ട് അല്ലെങ്കിൽ കവിളിൻ്റെ ഭാഗത്തും പിന്നെ കണ്ണിൻ്റെ ഇടയിലുള്ള ഭാഗത്തുമൊക്കെ ആയിട്ട് ചിലപ്പം പെയിൻ വേദനയായിട്ട് അനുഭവപ്പെടാറുണ്ട്. ചിലപ്പോൾ മുകൾ നിരയിലെ പല്ലുകളുടെ വേദനയായിട്ട് ചിലപ്പോൾ അനുഭവപ്പെടാറുണ്ട്. പിന്നെ കണ്ണിൻ്റെ ഭാഗത്തായിട്ട് നീരായിട്ട് ചിലപ്പം സൈനസൈറ്റിസ് കൂടിക്കഴിഞ്ഞാൽ കണ്ണിലോട്ട് ചിലപ്പോൾ വ്യാപിക്കാറുണ്ട്. തലച്ചോറിനെ ആവരണം ചെയ്യുന്ന മെനിഞ്ചസ് എന്ന് പറയുന്ന ആവരണമുണ്ട്. അതിലേക്ക് ചിലപ്പോൾ സൈനസൈറ്റിസ് എക്സ്റ്റെൻഡ് ചെയ്യാം. അങ്ങനെ വന്നാൽ അസഹ്യമായ തലവേദനയും പനിയും ചിലപ്പോൾ ഛർദിലും ഒക്കെ ആയിട്ട് ചിലപ്പം വരാറുണ്ട്. അത് വളരെ കോമൺ ആയിട്ട് സംഭവിക്കാവുന്ന ഒരു കാര്യം കൂടിയാണ്. കാരണം മൂക്കിനോട് തൊട്ടടുത്താണ് ഈ ബ്രെയിനും ഒക്കെ ഇരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ. പിന്നെ സൈനസൈറ്റിസിന്റെ കൂടെ തന്നെ ചെവിയിലേക്ക് ഇൻഫെക്ഷൻ വ്യാപിക്കാം, ചെവി വേദനയായിട്ട് അനുഭവപ്പെടാം. ഇതൊക്കെയാണ് പൊതുവായിട്ട് കണ്ടുവരുന്ന ലക്ഷണങ്ങൾ അല്ലേ ഡോക്ടർ? അതുപോലെ തന്നെ ഈ സൈനസൈറ്റിസ് വരാൻ സാധ്യതയുള്ളത് അവർക്കറിയാലോ ലക്ഷണങ്ങൾ വരുന്നത്. സോ ഇത് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് അനുഭവിക്കേണ്ടി വരുമോ, അല്ലെങ്കിൽ ഒരു ഈക്വൽ ഇന്റർവെൽസിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരിക്കുമോ വേദന? ഇപ്പോൾ സൈനസിനകത്തെ നിന്ന് മൂക്കിലേക്ക് കഫം ഒഴുകിപ്പോകാനുള്ള സ്പേസ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ കിടക്കുന്ന സമയത്തൊക്കെ ചിലപ്പോൾ തലവേദന കുറഞ്ഞതായിട്ടൊക്കെ നമുക്ക് ഫീൽ ചെയ്യാം. കാരണം അത് ക്ലിയർ ആയി പോകുന്ന സമയത്ത് ചിലപ്പോൾ തലവേദന മാറിയെന്ന് വരാം. ചിലപ്പോൾ രാവിലെ എണ്ണീറ്റ് ഓഫീസിലേക്ക് പോകാൻ നമ്മൾ തുടങ്ങുമ്പോൾ പെട്ടെന്ന് തലവേദനയായിട്ട് വരും. അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫ്രോണ്ടൽ സൈനസ് എന്നൊരു ഭാഗമുണ്ട്. അതായത് കണ്ണിന് മുകളിൽ കാണുന്ന നെറ്റിയുടെ ഭാഗത്ത് കാണുന്ന സൈനസിനകത്ത് കഫം കെട്ടി വരുന്നു. നമ്മൾ അപ്രൈറ്റ് ആയിട്ടിരിക്കുന്നു. അപ്പം അത് മൊത്തം അതിനകത്തുണ്ടാകുന്ന കഫം മുഴുവൻ മൂക്കിലേക്ക് ഒഴുകിപ്പോകാൻ പറ്റുന്നില്ല. ചെറിയൊരു ദ്വാരമാണ്. അങ്ങനെ വരുമ്പോൾ സൈനസിനകത്ത് അത് കെട്ടി നിന്ന് നമ്മൾ ഓഫീസിലേക്ക് ചെല്ലുന്ന ഒരു സമയം, രാവിലെ കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കുന്ന 7 മണിക്കായിരിക്കാം, ഒരു 10 മണിക്ക് ഓഫീസിൽ ചെല്ലുന്നു. ആ സമയത്തേക്ക് തലവേദന കൂടുന്നു. അപ്പോൾ നമ്മൾ ഓഫീസ് ഹെഡേക്ക് എന്ന് നമ്മൾ പറയാറുണ്ട് ഫ്രോണ്ടൽ സൈനസൈറ്റിസിനെ. അപ്പോൾ എല്ലാവരും വിചാരിക്കും അത് ഓഫീസിൽ പോകാനുള്ള ഒരു ദേഷ്യ മടി കാരണമായിരിക്കും. എന്നാൽ ശരിക്കും അത് സൈനസൈറ്റിസ് തന്നെയാണ്. ഇതുപോലെ തന്നെ പല രീതിയിലത് തലവേദന ചിലപ്പോൾ കിടന്ന് കഴിയുമ്പോൾ ആ പൊസിഷനൊക്കെ ആ സമയത്ത് തലവേദന ക്ലിയർ ആയെന്ന് വരാം. ഇതുപോലെ തന്നെ ഇൻഫെക്ഷൻ മാറിയിട്ടില്ലെങ്കിൽ അത് വീണ്ടും പിറ്റേ ദിവസം അനുഭവപ്പെടാം. അപ്പോൾ ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ നിങ്ങൾക്ക് പതിവായിട്ട് വരികയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക. യെസ്, അപ്പൊ നമ്മൾ ഏതൊക്കെ തരത്തിലുള്ള ലക്ഷണങ്ങളാണ് സൈനസൈറ്റിസിന് പൊതുവെ കണ്ടുവരുന്നത് എന്നുള്ളതാണ് സംസാരിച്ചത്. ഇനി നമ്മൾ സൈനസൈറ്റിസിന്റെ കോംപ്ലിക്കേഷൻ അങ്ങനെ ഒരു സൈഡിനെ പറ്റിയിട്ടാണ് സംസാരിക്കാനായിട്ട് പോകുന്നത്. പക്ഷേ അതറിയാനായിട്ട് കേട്ടോണ്ടേയിരിക്കും SK ജംഗ്ഷൻ ഓൺ സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. SK Junction. വെൽക്കം ബാക്ക് ടു SK ജംഗ്ഷൻ ഓൺ സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം അന്നെയാണ് കൂടെയുള്ളത്. നമ്മൾ ഇന്ന് സൈനസൈറ്റിസിനെ പറ്റിയിട്ടാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഷെയർ ചെയ്യാൻ കൂടെയുള്ളത് മിറ്റേര ഹോസ്പിറ്റലിലെ ENT സർജൻ ആയിട്ടുള്ള ഡോക്ടർ സുരേഷ് ജേക്കബ് ആണ്. ഡോക്ടർ, നമ്മൾ എന്താണ് സൈനസൈറ്റിസ് എന്നും സൈനസൈറ്റിസിന്റെ ലക്ഷണങ്ങൾ എങ്ങനെയാണ് വരുന്നത്, അതുപോലെ കാരണങ്ങളൊക്കെ സംസാരിച്ചിരുന്നു. ഇനി സൈനസൈറ്റിസിന്റെ മറ്റൊരു ഭാഗം അല്ലെങ്കിൽ മറ്റൊരു കോംപ്ലിക്കേഷൻസ്, ആ ഒരു സൈഡ് നമ്മൾ അറിയാനായിട്ട് പോവാണ്. ഏതൊക്കെ തരത്തിലുള്ള കോംപ്ലിക്കേഷൻസ് ആണ് സൈനസൈറ്റിസ് കൊണ്ട് നമുക്ക് ഉണ്ടാവാൻ സാധ്യതയുള്ളത് ഡോക്ടർ? സൈനസിനകത്തെ മൂക്കിലെ തൊലി സിമിലർ ആണെന്ന് നമ്മൾ പറഞ്ഞു. മൂക്കിലുണ്ടാകുന്ന ഇൻഫെക്ഷൻ സൈനസിലേക്കും വ്യാപിക്കുന്നു എന്നും പറഞ്ഞു. അപ്പോൾ മൂക്കിനുള്ളിലെ തൊലി നീര് വെച്ച് കഴിഞ്ഞാൽ, സ്പെഷ്യലി മൂക്കിന്റെ ഫ്ലോർ റിലേറ്റഡ് ആയിട്ടുള്ള ഭാഗം മൂക്കടഞ്ഞാൽ കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുകി വരുന്ന ഒരു ഡക്റ്റ് ഉണ്ട്. അത് മൂക്കിന്റെ താഴെ ഉള്ള ഭാഗത്താണ് ഓപ്പൺ ചെയ്യുന്നത്. അത് ബ്ലോക്ക് ആകാം. ആ ഭാഗം ബ്ലോക്കായിട്ട് കണ്ണിൽ നിന്ന് പുറത്തേക്ക് വരുന്ന, കരയുന്ന അല്ലെങ്കിൽ പോലും കണ്ണുനീര് പുറത്തോട്ട് വരുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടാം. അത് ആക്ച്വലി ഈ ഒരു പ്രോബ്ലം കാരണമാണ്. കണ്ണുനീരിൻ്റെ ഡക്റ്റ് മൂക്കിലൂടെ പോകുന്നത് ബ്ലോക്ക് ആകുന്നതുകൊണ്ടുണ്ടാകുന്നത്. അപ്പോൾ അത് ഒരു കോംപ്ലിക്കേഷനായിട്ട് ചിലപ്പോൾ മാറാം. ചിലപ്പോൾ അത് ഒരിക്കലും ശരിയാകാതെ ബ്ലോക്ക് മാറാതെ നിൽക്കുന്ന ഒരവസ്ഥ ചിലപ്പോൾ ഉണ്ടാവാം. ക്രോണിക് സൈനസൈറ്റിസിൽ സംഭവിക്കാം. അതുപോലെ തന്നെ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ മെനിഞ്ചൈറ്റിസ് അതൊരു കോംപ്ലിക്കേഷനാണ്. അത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു കോംപ്ലിക്കേഷൻ തന്നെയാണ്. മെനിഞ്ചൈറ്റിസ് എന്ന് പറയുന്നത് ബ്രെയിനിന് ചുറ്റുമുള്ള ആവരണം, മെനിഞ്ചസ്, അതിൻ്റെ ഇൻഫെക്ഷനാണ്. അതിനോടൊപ്പം തന്നെ ഇൻഫെക്ഷൻ കൂടി ചിലപ്പോൾ ആബ്സസ് ആവാം.
ബ്രെയിനകത്ത് ആബ്സസ് ഉണ്ടാവാം. അങ്ങനെയാണെങ്കിൽ അത് ഒരു ലൈഫ് ത്രെട്ടനിങ് ആയിട്ടുള്ള ഒരു പ്രോബ്ലമാണ്. പിന്നെ സൈനസിൽ നിന്ന് ചെവിയിലോട്ട് ഇൻഫെക്ഷൻ വ്യാപിക്കാം, ത്രോട്ടിലേക്ക് ഇൻഫെക്ഷൻ ഇറങ്ങാം. ഇങ്ങനെ പല കോംപ്ലിക്കേഷൻസ് ഉണ്ട്. കണ്ണിലേക്ക് അല്ലാതെ തന്നെ, ഈ കണ്ണുനീർ ഡക്റ്റ് വഴി അല്ലാതെ തന്നെ എത്മോയിഡ് സൈനസ് എന്നുള്ളൊരു സൈനസ് ഉണ്ട്. അതിലൂടെ കണ്ണിലേക്ക് ഇൻഫെക്ഷൻ വ്യാപിക്കാം. കണ്ണിൻ്റെ ഐബോളിനും വരാം, കണ്ണിൻ്റെ ബാക്കിലുള്ള ഓപ്റ്റിക് നെർവ് എന്ന് പറയുന്ന നെർവിനും ഇൻഫെക്ഷൻ വരാം. ഇങ്ങനെ വന്നാൽ ഓപ്റ്റിക് നെർവിനൊക്കെ ഇൻഫെക്ഷൻ ഒത്തിരി വന്നാൽ കാഴ്ചയെ തന്നെ കംപ്ലീറ്റ് ആയിട്ട് പോകുന്ന രീതിയിൽ അഫക്റ്റ് ചെയ്യാം. അപ്പോൾ ഇതൊക്കെയാണ് സാധാരണ കോംപ്ലിക്കേഷൻസ്. അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ചധികം ശ്രദ്ധിക്കേണ്ട ഒരാളാണ് സൈനസൈറ്റിസ്, നമുക്ക് മനസ്സിലായിട്ടുണ്ട്. പക്ഷേ പേടിക്കേണ്ട, ഇതിനുള്ള ട്രീറ്റ്മെന്റും നമ്മുടെ കയ്യിൽ തന്നെയുണ്ട്. ആ ട്രീറ്റ്മെന്റ് ടിപ്സുമായിട്ട് നമ്മൾ വരുന്നുണ്ട്. പക്ഷെ അതിനു മുൻപ് എന്തായിരിക്കും ഡോക്ടർ വരാൻ പോകുന്നത്? പാട്ട് തന്നെ. അതെ, പാട്ട് തന്നെ. സോ പാട്ടുകൾ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ നമ്മൾ ട്രീറ്റ്മെന്റിനെ പറ്റി അറിയുന്നുണ്ട്. കേട്ടുകൊണ്ടേയിരിക്കൂ SK ജംഗ്ഷൻ ഓൺ സർഗക്ഷേത്ര 89.6 FM. അന്നെയാണ് കൂടെയുള്ളത്. 89.6 FM സർഗക്ഷേത്ര. SK Junction. വെൽക്കം ബാക്ക് ടു SK ജംഗ്ഷൻ ഓൺ സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം നമ്മൾ സൈനസൈറ്റിസിനെ പറ്റിയിട്ട് ഇങ്ങനെ മുഴുവൻ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണല്ലേ. എന്താണ് സൈനസൈറ്റിസ്, അതുപോലെ എങ്ങനെയൊക്കെയാണ് നമുക്ക് സൈനസൈറ്റിസ് വരുന്നത്, അതിനുള്ള ലക്ഷണങ്ങൾ, കാരണങ്ങൾ ഒക്കെ നമ്മൾ സംസാരിച്ചു. അതിനുള്ള കോംപ്ലിക്കേഷൻസ് വരെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്തെ നമുക്ക് ഹാപ്പി ആയിട്ടുള്ള ഒരു കാര്യമാണ് പറയാൻ പോകുന്നത്, സൈനസൈറ്റിസിന്റെ ട്രീറ്റ്മെന്റിനെ പറ്റി. ഓക്കെ, സോ മിറ്റേര ഹോസ്പിറ്റലിലെ ENT സർജൻ ആയിട്ടുള്ള ഡോക്ടർ സുരേഷ് ജേക്കബ് നമ്മോടൊപ്പം ഉണ്ട്. അദ്ദേഹം നമുക്ക് എന്താണ് സൈനസൈറ്റിസിന്റെ ട്രീറ്റ്മെന്റ് എന്ന് കൃത്യമായിട്ട് പറഞ്ഞുതരും കേട്ടോ. സോ ഡോക്ടർ, ഞാൻ വീണ്ടും വന്നിരിക്കുന്നു. എന്താണ് നമ്മുടെ സൈനസൈറ്റിസിന്റെ ട്രീറ്റ്മെന്റിന്റെ ഒരു സൈഡ് അറിയാൻ? ഇതിനകത്ത് അക്യൂട്ട് സൈനസൈറ്റിസ് ആണെങ്കിൽ അത് സാധാരണ മെഡിക്കൽ മാനേജ്മെന്റ് കൊണ്ട് തന്നെ ക്ലിയർ ആകാറുണ്ട്. ഇപ്പോൾ വൈറൽ ഇൻഫെക്ഷൻ ആണെങ്കിൽ ആൻറ്റിവൈറൽ, ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണെങ്കിൽ ആൻറ്റിബയോട്ടിക്സ്, അല്ലെങ്കിൽ ഫംഗൽ സൈനസൈറ്റിസ് ആണെങ്കിൽ ആൻറ്റി ഫംഗൽ ട്രീറ്റ്മെൻറ്റോ ഒക്കെ സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. ഇതിനോടൊപ്പം തന്നെ അലർജി ഉണ്ടെങ്കിൽ അലർജിയുടെ നെയ്സൽ സ്പ്രേയോ ടാബ്ലറ്റ്സോ ഒക്കെ യൂസ് ചെയ്യാവുന്നതാണ്. ക്രോണിക് സൈനസൈറ്റിസിലേക്ക് കാര്യങ്ങൾ പോവുകയാണെങ്കിൽ ചിലപ്പോൾ നൈസൽ എൻഡോസ്കോപ്പി എല്ലാം ചെയ്ത് ഇപ്പോൾ ഫംഗസോ വല്ലതും ഉണ്ടെങ്കിൽ അത് ഒന്ന് ക്ലിയർ ചെയ്യാം. ഈ ക്രോണിക് എന്ന് പറയുമ്പോൾ നമ്മുടെ 3 മാസത്തിന് ശേഷവും ഈ ഒരു പ്രശ്നം തന്നെ കണ്ടിന്യൂ ചെയ്യുമ്പോഴാണ് ക്രോണിക് ആകുന്നത് അല്ലേ? നേരത്തെ നമ്മൾ സംസാരിച്ച പോലെ തന്നെ. ഓക്കെ, അപ്പോൾ ക്രോണിക് സൈനസൈറ്റിസ് ആണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. ഡോക്ടർ കണ്ടിന്യൂ ചെയ്യും. അങ്ങനെ വരുമ്പോൾ തലവേദന മാറാതെ നിൽക്കുക, മൂക്കടപ്പ് മാറാതെ നിൽക്കുക, ചിലപ്പോൾ ബ്രീത്ത് ചെയ്യാൻ പോലും പറ്റാത്ത അവസ്ഥയിലൊക്കെ ആയിരിക്കും ക്രോണിക് സൈനസൈറ്റിസ് ഉള്ളത്. അങ്ങനെ വരുമ്പോൾ നമുക്ക് ആദ്യം എയർവേ ഓപ്പൺ ആക്കാനായിട്ട് ചിലപ്പോൾ എൻഡോസ്കോപ്പി ചെയ്യുമ്പോൾ തന്നെ അതിനൊപ്പം കൊടുക്കുന്ന മെഡിസിൻസ് കുറേയൊക്കെ ഇമ്പ്രൂവ്മെൻറ്റ് ചിലപ്പം കിട്ടിയെന്ന് വരും. എൻഡോസ്കോപ്പി ചെയ്യുമ്പോൾ നമുക്ക് ഉള്ളിലെ മൂക്കിനുള്ളിലെ കാര്യങ്ങളെല്ലാം ഏകദേശം നമുക്ക് മനസ്സിലാവും. ഇൻ കേസ് ഇപ്പം മൂക്കിനകത്ത് തൊലിയൊക്കെ നീരി വെച്ചു അല്ലാതെ ബ്ലോക്ക് ആയിട്ടിരിക്കുകയാണ്, നോർമലായിട്ട് കാണേണ്ട ഒരു അനാറ്റമി അല്ല, ഒത്തിരി വേരിയേഷൻസ് മൂക്കിനുള്ളിൽ കാണുന്നു, അങ്ങനെയുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ സർജറി ചെയ്യേണ്ടതായി വരും. സർജറി മെയിനായിട്ട് നമ്മൾ FES എന്ന് പറയും, ഫങ്ഷണൽ എൻഡോസ്കോപ്പിക് സൈനസ് സർജറി എന്നാണ് നമ്മൾ പറയുന്നത്. അത് എൻഡോസ്കോപ്പ് യൂസ് ചെയ്ത് ചെയ്യുന്ന സർജറിയാണ്. അതിനകത്ത് പുറത്ത് മുറിവുകളോ ഒന്നുമില്ല, എല്ലാം കീഹോൾ എന്ന് നമ്മൾ പറയാവുന്ന രീതിയിൽ എൻഡോസ്കോപ്പിക്കായിട്ട് ചെയ്യുന്നു. ചെറിയ മുറിവുകളിലൂടെ മാത്രം, അതും മ്യൂക്കോസ മാത്രം മുറിച്ച് ചെറിയ മുറിവുകൾ, അതൊക്കെ പെട്ടെന്ന് ഉണങ്ങുകയും ചെയ്യും. അതുകൊണ്ട് സർജറി കഴിഞ്ഞാൽ ഹീൽ ചെയ്യാനുള്ള ചാൻസസ് വളരെ ഹൈ ആണ്, നല്ല റിസൾട്ടുമാണ്. എൻഡോസ്കോപ്പിക് സർജറിയാണ് ഇപ്പോൾ ഏറ്റവും നല്ല ഒരു ട്രീറ്റ്മെൻറ്റായിട്ട് ക്രോണിക് സൈനസൈറ്റിസ് നമ്മൾ പറയുന്നത്. ഡോക്ടറെ, ട്രീറ്റ്മെന്റിന്റെ കൂടെ തന്നെ വരുന്നൊരു ഡൗട്ടാണ്. ഇപ്പോൾ നമ്മുടെ വീടുകളിലാണെങ്കിൽ തന്നെ ചെറിയ ടിപ്സുകൾ നമ്മൾ ചെയ്യും. എന്തെങ്കിലും പെട്ടെന്ന് തലവേദന വരുമ്പോഴോ അല്ലെങ്കിൽ പെട്ടെന്ന് പനി വരുമ്പോഴോ നമ്മൾ വീട്ടുവൈദ്യങ്ങൾ പോലെ കുറെ പരിപാടികൾ ചെയ്യുമല്ലോ. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ സൈനസൈറ്റിസിൽ ചെയ്യുന്നത് വഴി എന്തെങ്കിലും ഉപകാരങ്ങൾ നമുക്ക് കിട്ടുമോ? ചെറിയ ജലദോഷം വരുമോ അല്ലെങ്കിൽ മൂക്കടപ്പ് വരുമ്പോൾ നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്യുക? ആവി പിടിക്കും അല്ലെ? അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. സോ സൈനസൈറ്റിസിന് ഇത്തരത്തിലുള്ള എന്തെങ്കിലും ടിപ്സുകൾ നമ്മളിപ്പോൾ വീട്ടിൽ തന്നെ ചെയ്യുന്നത് കൊണ്ട് എന്തെങ്കിലും ഉപകാരം ഉണ്ടാവോ? ഇപ്പോൾ 1-2 തവണ ആവി പിടിച്ചുകൊണ്ട് തെറ്റൊന്നുമില്ല. കോവിഡിൻ്റെ സമയത്ത് ഒത്തിരി തവണ ആവി പിടിച്ച് പലർക്കും കാര്യമായ ഇൻഫെക്ഷൻസ് ഒക്കെ വന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ പേഴ്സണൽ അഡ്വൈസ്, വലിയ രീതിയിലൊന്നും ആവി പിടിക്കേണ്ട ആവശ്യമില്ല. അതിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുള്ളത്, മൂക്ക് ചീറ്റാതിരിക്കുക. മൂക്കടപ്പ് വന്നാൽ മൂക്ക് ചീറ്റരുത്, ഉള്ളിലേക്ക് കഫം എടുത്ത് തുപ്പികളെയോ ഒഴുകുകയോ ചെയ്യുക. അതാണ് ഒരു പ്രധാനപ്പെട്ട ചെയ്യേണ്ട ഒരു കാര്യം. മൂക്ക് അധികം സ്ട്രെസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് അല്ലേ?
ചീറ്റരുത്. മൂക്ക് ചീറ്റാതിരിക്കുക. മൂക്ക് ചീറ്റിയാലുള്ള പ്രോബ്ലം മൂക്കിനകത്ത് നീര് പിന്നെ കൂടുകയുള്ളൂ. പിന്നെ നമ്മുടെ മൂക്ക് സൈനസിൽ ഉണ്ടാകുന്ന കഫം ഒഴുകിപ്പോകുന്ന മൂക്കിന്റെ പുറകിലേക്കാണ്. അത് ചീറ്റുന്നത് വഴി അത് പിന്നെ മുന്നിലേക്ക് വരാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അങ്ങനെ വരുന്ന കൂട്ടത്തിൽ, ചീറ്റുന്ന കൂട്ടത്തിൽ ചിലപ്പോൾ ചെവിയിലേക്കും ഇൻഫെക്ഷൻ വ്യാപിക്കാനുള്ള ചാൻസസ് ഉണ്ട്. സൈനസൈറ്റിസ് ആണെങ്കിൽ നമ്മൾ മൂക്ക് ചീറ്റുന്ന സമയത്ത് കൂടുതൽ കോംപ്ലിക്കേഷൻസിലേക്ക് പോകാനുള്ള സാധ്യതകളുണ്ട്. അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കുക മൂക്ക് ചീറ്റാതിരിക്കാൻ, അല്ലേ? ഓക്കെ ഡോക്ടർ. പിന്നെയുള്ള ഒരു കാര്യം, ഇപ്പം നമ്മൾ തണുത്ത ഫുഡ് കഴിക്കുകയാണെങ്കിൽ തന്നെ, ഇപ്പം ഇൻഫെക്ഷൻസ്, അലർജിയൊക്കെ പെട്ടെന്ന് സൈനസൈറ്റിസ് ഒക്കെ വരുന്ന ഒരാളാണെങ്കിൽ, ഇൻ കേസ് നമ്മളിപ്പോൾ ഒരു തണുത്ത ഭക്ഷണം, ഐസ്ക്രീം എന്തെങ്കിലും കഴിക്കുകയാണെങ്കിൽ തന്നെ വിത്തിൻ ഒരു 1 hour ചൂടുവെള്ളം കുടിച്ചിരിക്കുക. അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് ഇൻഫെക്ഷൻസ് വരുന്ന ഒരു റേറ്റ് നമുക്കൊന്ന് കുറയ്ക്കാൻ സാധിക്കും. കഴിക്കാതിരിക്കുന്നതാണ് നല്ലത്. പിന്നെ ഇപ്പോൾ ഒരു ചെറിയ ക്രേവിങ്സ് ഒക്കെ ആർക്കെങ്കിലും ഉണ്ടാവും, ഫംഗ്ഷനൊക്കെ വരുമ്പോൾ ചിലപ്പോൾ കഴിച്ചു എന്ന് വരും. അതൊന്നും അത് കഴിഞ്ഞാൽ ഉടനെ ചെയ്യാവുന്ന കാര്യം ഇതാണ്. കാരണം തണുപ്പ് അങ്ങനെ നിൽക്കുന്നത് ബാക്ടീരിയൽ ഗ്രോത്തിനും വൈറസ് ഗ്രോത്തിനും ഒക്കെ വളരെ അഭികാമ്യമായ ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ അത് ഒഴിവാക്കാൻ ഇങ്ങനെ ഒരു ടിപ്പ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഓക്കെ. അപ്പൊ നമ്മൾ സ്വയമായിട്ട് ടിപ്സുകൾ ചെയ്യുന്നത് ചിലപ്പോൾ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് നയിക്കാനുള്ള ഒരു ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് കൃത്യമായിട്ട് കൺസൾട്ട് ചെയ്യുക, ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യുന്ന മെഡിസിൻസ് കഴിക്കുക. ഓക്കെ. അപ്പോൾ ഡോക്ടർ നമുക്ക് ഏറ്റവും വ്യക്തമായിട്ടും കൃത്യമായിട്ടും പറഞ്ഞു തന്നിട്ടുണ്ട് എങ്ങനെയാണ് ഈ ഒരു സൈനസൈറ്റിസിന്റെ ട്രീറ്റ്മെന്റിനെ പറ്റി. ഓക്കെ. ഇനി നമുക്കിപ്പോൾ ചെറിയ രീതിയിൽ പ്രതിരോധിക്കാനുള്ള കുറച്ച് മാർഗങ്ങളുമായിട്ടാണ് ഇനി വരാൻ പോകുന്നത്. പക്ഷേ കേട്ടുകൊണ്ടേയിരിക്കണം, കാരണം പാട്ടുകളാണ് അതിന് മുൻപ് വരാനായിട്ട് പോകുന്നത്. സോ കീപ് ഓൺ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM, കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. SK Junction. വെൽക്കം ബാക്ക് ടു SK ജംഗ്ഷൻ ഓൺ സർഗക്ഷേത്ര 89.6 FM, കാതോരം കരുതലായി കാലത്തിനൊപ്പം. അന്നെയാണ് കൂടെയുള്ളത്. നമ്മൾ ഇന്ന് സൈനസൈറ്റിസ് തലവേദനയെ പറ്റിയിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നേ. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ എങ്ങനെയൊക്കെ നേരിടണം ഈ സൈനസൈറ്റിസിനെ എന്നുള്ളത് നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനുവേണ്ടി നമ്മൾ ഹെൽപ്പ് ചെയ്യാൻ നമ്മോടൊപ്പം മിറ്ററ ഹോസ്പിറ്റലിലെ ENT സർജൻ ഡോക്ടർ സുരേഷ് ജേക്കബ് കൂടെ തന്നെയുണ്ട്. ഡോക്ടറെ, നമ്മൾ ട്രീറ്റ്മെന്റിനെ പറ്റിയിട്ടൊക്കെ പറഞ്ഞായിരുന്നു. അപ്പോൾ അക്യൂട്ട് സൈനസൈറ്റിസ് ആണെങ്കിലും ക്രോണിക് സൈനസൈറ്റിസ് ആണെങ്കിലും എങ്ങനെയാണ് നമ്മൾ അവരെ ഫേസ് ചെയ്യേണ്ടത് എന്നുള്ളത് ട്രീറ്റ്മെന്റിന്റെ ഭാഗത്ത് എങ്ങനെയാണ് നമ്മൾ പറഞ്ഞായിരുന്നു. പക്ഷേ ഇപ്പോൾ പെട്ടെന്നൊരു തലവേദന വരെയാണ്, അതിപ്പോൾ നോർമൽ തലവേദന ആവട്ടെ അല്ലെങ്കിൽ സൈനസൈറ്റിസ് തന്നെ ആവട്ടെ, നമുക്കതിനെ ഒന്ന് ഫേസ് ചെയ്യാൻ പെട്ടെന്ന് നമുക്ക് എന്തൊക്കെ ടിപ്സുകൾ ചെയ്യാനായിട്ട് സാധിക്കും, പ്രതിരോധ മാർഗം പോലെ? സൈനസൈറ്റിസ് അതിനകത്ത് ശരിക്കും സംഭവിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കഫം സൈനസിനകത്ത് കെട്ടിക്കിടക്കുന്നതാണ്. അപ്പോൾ അതൊരു ദ്വാരത്തിലൂടെ മൂക്കിലേക്ക് ഒഴുകി പോകേണ്ടതാണ്. അത് പെട്ടെന്ന് എല്ലാം ക്ലിയർ ആയി പോകാനുള്ളൊരു ബുദ്ധിമുട്ടാണ് ശരിക്കും നമുക്ക് തലവേദനയായിട്ട് നമ്മൾ അനുഭവപ്പെടും. അപ്പോൾ അത് തലവേദന കുറയ്ക്കാൻ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം, നമുക്ക് ഹെഡ് പൊസിഷൻ ഒന്ന് ചേഞ്ച് ചെയ്ത് നോക്കുക. ഇപ്പം വലത് സൈഡിൽ കവിളിൻ്റെ ഭാഗത്താണ് നമുക്ക് തലവേദന വരുന്നതെങ്കിൽ നമ്മൾ ഇടത് സൈഡിലേക്ക് ഒന്ന് ചരിഞ്ഞ് കിടന്നാൽ, തലയൊന്ന് ഒരല്പം ഇടത് സൈഡിലേക്ക് ചരിച്ച് താഴേക്ക് വെച്ചൊന്ന് കിടന്ന് നോക്കിയാൽ ചിലപ്പോൾ കുറച്ച് ഒരു 10-15 മിനിറ്റിനകത്ത് ചിലപ്പോൾ ഒരു ഇച്ചിരി ആശ്വാസം ഉണ്ടാവും. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ മൂക്ക് ഉള്ളിലേക്ക് കഫം എടുക്കുക, ക്ലിയർ ചെയ്യാൻ നോക്കുക. പിന്നെ സലൈൻ ഡ്രോപ്സ് യൂസ് ചെയ്യാം. നമ്മൾ സാധാരണ പറയുന്ന ഉപ്പുവെള്ളം, അത് ഐസോട്ടോണിക് സലൈൻ, നമ്മുടെ 0.9% സലൈൻ ഒഴിക്കുന്നത് നല്ലതായിരിക്കും. സാധാരണ നമുക്ക് കടയിൽ കിട്ടുന്ന സലൈൻ ഡ്രോപ്സ് യൂസ് ചെയ്യാം. അത് വലിയ പ്രോബ്ലം ഒന്നും ഉണ്ടാക്കുന്നതല്ല. ഒരല്പം നീർക്കെട്ട് കുറയാനോ ഒക്കെ സഹായിക്കും. ഇതിനകത്ത് അത് ക്ലിയർ ആകുന്നില്ലെങ്കിൽ പിന്നെ ഒരു മെഡിക്കൽ ഹെൽപ്പ് നേടുന്നതായിരിക്കും അഭികാമ്യം. ഓക്കെ. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. എനിക്കിതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിയത്, നമ്മൾ കുറച്ച് മുൻപേ സംസാരിച്ച പോലെ തന്നെ മൂക്ക് ചീറ്റരുത് എന്ന് പറഞ്ഞ കാര്യമാണ് കേട്ടോ. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അത് കൂടുതലായിട്ട് നമ്മുടെ ഈ സൈനസൈറ്റിസിന്റെ അവസ്ഥയെ കൂടുതലായിട്ട് വഷളാക്കുകയേ ചെയ്യുള്ളൂ, കോംപ്ലിക്കേഷൻസിലേക്ക് നയിക്കുകയേ ചെയ്യുള്ളൂ. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഡോക്ടർ പറഞ്ഞ ഈ ടിപ്സ് ഒക്കെ ഫോളോ ചെയ്തോളൂ. ഇനി നമ്മൾ കുറച്ച് ജനറൽ കാര്യങ്ങൾ അറിയാൻ പോകുന്നുണ്ട്. പക്ഷേ അതിന് മുൻപ് പാട്ടുകൾ വരുന്നുണ്ട്. സോ കീപ് ഓൺ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM, കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. SK Junction. വെൽക്കം ബാക്ക് ടു സർഗക്ഷേത്ര 89.6 FM, SK ജംഗ്ഷൻ. തന്നെയാണ് കൂടെയുള്ളത്. നമ്മൾ സൈനസൈറ്റിസ് എന്ന അവസ്ഥയെ പറ്റിയിട്ടാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്.
നമ്മോടൊപ്പം മിറ്റേര ഹോസ്പിറ്റലിലെ ENT സർജൻ ഡോക്ടർ സുരേഷ് ജേക്കബ് കൂടെ തന്നെയുണ്ട്. ഡോക്ടറെ, അക്യൂട്ട് സൈനസൈറ്റിസ് ആവട്ടെ, ക്രോണിക് സൈനസൈറ്റിസ് ആവട്ടെ, ഇത് രണ്ടും വന്നതിന് ശേഷം നമ്മൾ ട്രീറ്റ്മെന്റ് എടുത്തു. അതിനുശേഷവും ഈ ഒരു വ്യക്തിക്ക് സൈനസൈറ്റിസ് വീണ്ടും വരാനുള്ള ചാൻസസ് ഉണ്ടോ? തീർച്ചയായും. നമ്മൾ ജീവിക്കുന്നത് ഒരു ട്രോപ്പിക്കൽ ക്ലൈമറ്റിലാണ്. ഇവിടെ വൈറസും ബാക്ടീരിയയും ഫംഗസും മറ്റ് എൻവയോൺമെൻറ്റൽ പൊല്യൂഷനും സ്മോക്കും എല്ലാം ഉള്ള ഒരു എൻവയോൺമെൻറ്റിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ വീണ്ടും സൈനസൈറ്റിസ് വരില്ല എന്ന് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഒരു വർഷം ഒരു 2-3 തവണ സൈനസൈറ്റിസോ അല്ലെങ്കിൽ ജലദോഷമോ വരുന്ന ആളുകളാണ് ഒരു 99%. ഇപ്പോൾ മരുന്ന് കൊണ്ട് സൈനസൈറ്റിസ് മാറിയാലും സർജറി കഴിഞ്ഞ് ആണെങ്കിൽ പോലും വീണ്ടും സൈനസൈറ്റിസ് ഉണ്ടാവാം. അത് അതിൻ്റെ രോഗപ്രതിരോധ ശേഷിയെ അനുസരിച്ചിരിക്കും. ഒരാൾക്ക് നല്ല രോഗപ്രതിരോധ ശേഷി ഉണ്ടെങ്കിൽ അയാൾക്ക് ഇൻഫെക്ഷൻ വരാനുള്ള റേറ്റ് ചിലപ്പോൾ കുറവായിരിക്കാം. അതേസമയം ഇപ്പോൾ ഡയബറ്റീസോ അല്ലെങ്കിൽ മറ്റ് ഇമ്മ്യൂണിറ്റി കുറയ്ക്കുന്ന അസുഖങ്ങളോ വല്ലതും ഉള്ളവർക്ക് ഇൻഫെക്ഷൻ റേറ്റ് കൂടുതലായിരിക്കും. അങ്ങനെ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അല്ലാതെ വളരെ കോമൺ ആയിട്ട് വരുന്ന ഒരു ഇൻഫെക്ഷനാണ് സൈനസൈറ്റിസ്. അതുകൊണ്ട് നമുക്ക് ആ രീതിയിൽ കണ്ടാൽ മതി. പിന്നെ കോംപ്ലിക്കേഷൻസ് വരാതെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യം. അതുകൊണ്ട് അഡിക്വേറ്റ് ട്രീറ്റ്മെൻറ്റ് അധികം താമസിയാതെ തന്നെ എടുക്കുക. അങ്ങനെ നമുക്ക് കോംപ്ലിക്കേഷൻസിനെ പ്രിവെന്റ് ചെയ്യാൻ പറ്റും. ആൻഡ് ഡോക്ടർ, ഫൈനലി സൈനസൈറ്റിസിനെ പറ്റിയിട്ട് ഡോക്ടർക്ക് ഒരു കൺക്ലൂഷനലി പറയണമെങ്കിൽ എന്തായിരിക്കും ഒരു അഡ്വൈസ് കൊടുക്കാനുണ്ടാവുക? മെഡിക്കൽ ടേംസിന്റെ പേര് കേട്ടാൽ പേടിക്കാത്തവരാരും കാണില്ല. ഞങ്ങൾ തന്നെ ആദ്യമൊക്കെ പേടിച്ചവരാണ്. അത്രയ്ക്ക് പേടിക്കാനുള്ളതൊന്നുമില്ല. സൈനസൈറ്റിസ് വരുന്നത് നമുക്ക് ഇനീഷ്യൽ സമയത്ത് തന്നെ കറക്റ്റ് ട്രീറ്റ്മെൻറ്റ് എടുത്താൽ പൂർണ്ണമായിട്ടും ഭേദമാകാവുന്ന ഒരു അസുഖം എന്നുള്ളതേ ഉള്ളൂ. അത് പക്ഷേ ഞാനീ പറഞ്ഞ കോംപ്ലിക്കേഷൻസ് ഒക്കെ അത് തീരെ നെഗ്ലക്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്നവരിലാണ് കൂടുതലും കാണുന്നത്. അല്ലെങ്കിൽ ജന്മനാ തന്നെ എന്തെങ്കിലും പ്രോബ്ലംസ് ഉള്ളവരിലോ ഒക്കെ ആയിരിക്കും ചിലപ്പോൾ ഈ കോംപ്ലിക്കേഷൻസ് കൂടുതൽ വരിക. അല്ലെങ്കിൽ ഇമ്മ്യൂണിറ്റി കുറവുള്ള ആളുകൾക്ക്. അപ്പോൾ ഇമ്മ്യൂണിറ്റി കുറവുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇൻഫെക്ഷൻ റേറ്റ് വരെ കുറയ്ക്കാനുള്ള ഈ പറഞ്ഞ ടിപ്സൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. കഴിയുന്നതും അസുഖം ഉള്ള ആളുകളിൽ കഴിയുന്നതും അധികം ഇൻട്രാക്ട് ചെയ്യാതെ ശ്രമിക്കുക. മാസ്ക് യൂസ് ചെയ്യുക. ഇതൊക്കെയാണ് സൈനസൈറ്റിസ് നമുക്ക് ഒരു പരിധി വരെ നമുക്ക് ഒഴിവാക്കി നിർത്താൻ കഴിയുന്ന കാര്യങ്ങൾ. പിന്നെ എത്രയും നേരത്തെ മെഡിക്കൽ ഹെൽപ്പ് നേടുന്നത് തന്നെയാണ് നല്ലത്. ഇല്ലെങ്കിൽ വരാവുന്ന കോംപ്ലിക്കേഷൻസ് പറഞ്ഞല്ലോ, അത് അത്ര നിസ്സാരമല്ല താനും. കണ്ണിനോ ബ്രെയിനിനോ ഒക്കെ ഇൻഫെക്ഷൻസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന പോലെ കാര്യങ്ങളൊന്നും നിൽക്കില്ല. അതുകൊണ്ട് ഒരു മെഡിക്കൽ ഹെൽപ്പ് എടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. താങ്ക് യു ഡോക്ടർ. ഇപ്പോൾ നമ്മൾ എപ്പോഴും പറയുന്ന പോലെ ഭയപ്പെടേണ്ട, ജാഗ്രത മതി. അപ്പൊ ഇന്ന് SK ജംഗ്ഷനിലൂടെ സൈനസൈറ്റിസിനെ പറ്റിയിട്ടാണ് നമ്മളിന്ന് സംസാരിച്ചത്. കുറേയധികം തലങ്ങളിലേക്ക് നമ്മൾ പോയായിരുന്നു കേട്ടോ. ലൈക്ക് എങ്ങനെയാണ് സൈനസൈറ്റിസ് നമുക്ക് എഫക്ട് ചെയ്യുന്നത്, ലക്ഷണങ്ങൾ, അതുപോലെ കാരണങ്ങൾ, ഇതൊന്നും അല്ലാതെ ഇതിന്റെ ട്രീറ്റ്മെന്റ്, നമുക്ക് പ്രതിരോധിക്കാനുള്ള കുഞ്ഞു കുഞ്ഞു ടിപ്സ്, ഇതൊക്കെ നമ്മൾ ഡെഫിനറ്റ്ലി നമ്മുടെ മനസ്സിലൊന്ന് കുറിച്ചിട്ടുള്ളൂ. അതുപോലെ കോംപ്ലിക്കേഷൻസും മറക്കാതിരിക്കുക കേട്ടോ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഡോക്ടർ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ നമ്മുടെ ആരോഗ്യം ശ്രദ്ധിക്കുക ആൻഡ് ഹാപ്പി ആയിട്ടിരിക്കുക, അല്ലേ? ഡോക്ടറുടെ പോലെ തന്നെ. സോ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടും ഏറ്റവും നമുക്ക് മനസ്സിലാവുന്ന രീതിയിലും ഡോക്ടർ സൈനസൈറ്റിസിനെ നമുക്ക് പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. സോ ഇത്രയും നേരത്തെ ഡോക്ടറുടെ ടൈമിനും ഒരുപാട് താങ്ക്സ് പറയാണ്. താങ്ക് യു സോ മച്ച് ഡോക്ടർ. താങ്ക്സ് എ ലോട്ട്. ആങ്കറിങ്ങിനും താങ്ക്സ്. നല്ല ആങ്കറിങ് ആയിരുന്നു. ഓക്കെ, താങ്ക് യു. ഇന്ന് SK ജംഗ്ഷനിലൂടെ നമ്മൾ മിറ്റേര ഹോസ്പിറ്റലിലെ ENT സർജൻ ആയിട്ടുള്ള ഡോക്ടർ സുരേഷ് ജേക്കബിനെ ആയിരുന്നു കേട്ടുകൊണ്ടിരുന്നത്. ഇനിയും കിഡിലൻ പരിപാടികൾ വരുന്നുണ്ട്. സോ കീപ് ഓൺ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം അന്നയായിരുന്നു കൂടെ ഉണ്ടായിരുന്നത്. 89.6 FM സർഗക്ഷേത്ര.